നമസ്കാരം. സംഗീതത്തിന് അതിരുകളില്ല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മലയാളം ഭക്തിഗാനം ഭാരതം മുഴുവൻ അലയടിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. 28 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ഗാനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നു. അതിന് കാരണമായതോ സാക്ഷാൽ ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും. ചോറ്റാനിക്കര അമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ചോറ്റാനിക്കര അമ്മേ ജഗദംബികെ എന്ന ഗാനം തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി കുറിച്ചത് ഈ ഗാനം തനിക്ക് സമാധാനവും ഭക്തിയും നൽകുന്നുവെന്നാണ്. എന്താണ് ഈ ഗാനത്തിന് പിന്നിലെ രഹസ്യം? എങ്ങനെയാണ് 4 നൂറ്റാണ്ടിന് ശേഷം ഈ ഗാനം വീണ്ടും ജനപ്രിയമായത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കാം. 1990കളുടെ അവസാന പാദത്തിൽ കേരളത്തിലെ ഭക്തിഗാന രംഗം വളരെ സജീവമായിരുന്നു. 1998 ഗുരുതി പൂജ എന്ന ആൽബം പുറത്തിറങ്ങുന്നത്. അക്കാലത്ത് CD-കളും കാസറ്റുകളും വാങ്ങാൻ ആളുകൾ ക്യൂ നിന്നിരുന്നൊരു കാലമായിരുന്നു അത്. നാരായണൻ പാലക്കാടിന്റെ വരികൾക്ക് MG അനിൽ ഈണം പകർന്നു. എന്നാൽ ഈ ഗാനത്തിന് ജീവൻ നൽകിയത് ഗായകൻ ഗണേഷ് സുന്ദരത്തിന്റെ അതുല്യമായ ശബ്ദമാണ്. ചോറ്റാനിക്കരയിലെ മകം തൊഴൽ പോലെ തന്നെ ഭക്തരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒന്നായിരുന്നു ഈ വരികളും. അമ്മേ നാരായണ എന്ന മന്ത്രം പോലെ ഈ പാട്ടും ഓരോ മലയാളിയുടെയും പ്രഭാതങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി. കാലം മാറിയപ്പോൾ ടെക്നോളജി മാറി, കാസറ്റുകൾ പോയി, ഡിജിറ്റൽ യുഗം വന്നു. പക്ഷേ ഈ പാട്ടിന്റെ മാധുര്യം മാത്രം മാറിയില്ല. മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗായകൻ ഗണേഷ് സുന്ദരം തന്റെ വികാരങ്ങൾ പങ്കുവച്ചു. അവസരത്തിൽ ഒരു 98 ഈ ഒരു വർക്കിലേക്ക് വരുന്നത്. സത്യത്തിൽ ഈ വർക്ക് ഞാൻ സ്കിപ്പ് ചെയ്യാൻ ആലോചിച്ചൊരു വർക്കായിരുന്നു. കാരണം നമ്മൾ അതുവരെയെല്ലാം ഫ്രഷ് ട്യൂൺസ് നമ്മളിങ്ങനെ കമ്പോസ് ചെയ്യപ്പെട്ടിട്ട് അത് പാടുന്ന ഒരു ഏർപ്പാടാണല്ലോ. ഇത് പക്ഷേ നമ്മൾ എവിടെയൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ട്രഡീഷണൽ ട്യൂൺസ് പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരു പകുതി മനസ്സോടെ പാടിയ ഒരു വർക്കാണ്. പക്ഷേ അതിൻ്റെ കരിയറിൽ വഴിത്തിരിവായിരുന്നു. പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആ പാട്ട് പങ്കുവച്ചു എന്നുള്ളത് ഇപ്പോഴൊരു രഹസ്യമാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹം വളരെ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ എത്തിച്ചതൊക്കെ ആയിരിക്കാം. പക്ഷേ അതൊരു നിയോഗം പോലെ കാണുന്നത്. എങ്ങനെയാണ് അതിനെ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ആ പാട്ട് പങ്കുവച്ചത്? അദ്ദേഹം ഒരു ഭക്തനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് വിവിധ ഭാഷയിലുള്ള ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ടാകാം, ആ കൂട്ടത്തിൽ ഇതും കേട്ടതാകാം എന്ന് കരുതുന്നു. തന്റെ പാട്ട് പ്രധാനമന്ത്രി കേട്ടു എന്നറിഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ്. ഗണേഷ് സുന്ദരം പാടിയ ആയിരക്കണക്കിന് ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഇത്. സംഗീത സംവിധായകൻ MG അനിലിനെക്കുറിച്ചും അദ്ദേഹം സ്മരിച്ചു. ലളിതമായ ഈണമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ആത്മീയതയാണ് ഈ പാട്ടിനെ ഇത്രയും കാലം നിലനിർത്തിയത്. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവർ പോലും ഈ ഗാനത്തിന്റെ അർത്ഥം തിരയുന്നത് കാണുമ്പോൾ മലയാള സംഗീതത്തിന് ലഭിക്കുന്ന ആഗോള അംഗീകാരമായി ഇതിനെ കാണാം. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര പെട്ടെന്ന് വൈറലായത്? സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് ഇതാണ്. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. നമ്മുടെ പഴയ പാട്ടുകളിൽ ഉള്ളതുപോലെയുള്ള ശുദ്ധമായ സംഗീതം ഇന്നത്തെ കാലത്ത് അപൂർവമാണ്. ഗണേഷ് സുന്ദരത്തിന്റെ ശബ്ദത്തിലെ ആത്മാർത്ഥതയും ചോറ്റാനിക്കര അമ്മയോടുള്ള ഭക്തിയും സംഗീത പ്രേമികൾ തിരിച്ചറിയുന്നു. പ്രധാനമന്ത്രി ഇത് ഷെയർ ചെയ്തതോടെ ഇൻസ്റ്റഗ്രാം റീലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ഗാനം പശ്ചാത്തല സംഗീതമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കേവലം ഒരു മതപരമായ ഗാനം എന്നതിലുപരി മനസ്സിന് ശാന്തി നൽകുന്ന ഒരു മെലഡിയായി ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തിലെ വിനോദസഞ്ചാരത്തിനും തീർത്ഥാടനത്തിനും പോലും ഇത് വലിയൊരു ഉണർവ് നൽകുന്നുണ്ട്. നല്ല കലയ്ക്കും ഭക്തിക്കും മരണമില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. 28 വർഷം മുമ്പ് ഒരു ചെറിയ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ശബ്ദം ഇന്ന് ലോകം മുഴുവൻ മുഴങ്ങുന്നു. ഗണേഷ് സുന്ദരം എന്ന ഗായകനും ആ സംഗീത ടീമിനും ഇത് അഭിമാന നിമിഷമാണ്. ഒരുപക്ഷെ നമ്മൾ മറന്നുപോയ പല നല്ല ഗാനങ്ങളും ഇത്തരത്തിൽ തിരിച്ചു വരാനിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. നമ്മുടെ സംഗീത പാരമ്പര്യം വരും തലമുറകളിലേക്കും കൈമാറാൻ ഇത്തരം നിമിഷങ്ങൾ സഹായിക്കും. ഈ മനോഹര ഗാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ചോറ്റാനിക്കര അമ്മയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.